ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മീൻ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാമയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാനുള്ള തന്ത്രപ്പാടി നിൽക്കുകയാണ് ഇവിടെ സച്ചി. അപ്പോൾ സച്ചി പറയണം, എന്നാലും രേവതി ഒരു പാവമാണല്ലോ, രേവതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഭാമാൻ്റെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തിനാണ് രേവതിയെ കള്ളിയായിട്ട് ആൻറ്റി മുദ്ര കുത്തിയത്? രേവതി കക്കില്ലെന്ന് ആൻറ്റിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ ആൻറ്റിയെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ ആൻറ്റി. അപ്പോൾ പിന്നെ ദേ ആൻറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത് ആൻറ്റി? ആൻറ്റിക്ക് എങ്ങനെ തോന്നി, എങ്ങനെ മനസ്സ് വന്നു ആൻറ്റി? ഓ, മനസ്സിലായി ആൻറ്റി. ഓ, രേവതി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണല്ലേ, അപ്പോൾ അവളെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതുകൊണ്ടല്ലേ ആൻറ്റി ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ മോനെ സച്ചി, എടാ പാവപ്പെട്ടവർ പണക്കാർ എന്നൊക്കെ ഉണ്ടോ ആൻറ്റിക്ക്? അങ്ങനെ വേർതിരിച്ച് കാണാറുണ്ടോ? ആൻറ്റി അങ്ങനെ ആരെയും കാണാറില്ല. പിന്നെ എന്തിനാ ആൻറ്റി രേവതിയെക്കുറിച്ച് അങ്ങനത്തെ അനാവശ്യങ്ങളെല്ലാം പറഞ്ഞത്? എന്താ ആൻറ്റിയുടെ പൈസ മോഷ്ടിച്ചത് രേവതിയാണോ എന്ന് ആൻറ്റിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ രേവതിയാണെന്ന് പറഞ്ഞില്ലല്ലോ, അമ്മ പറഞ്ഞല്ലോ, ഭാമാൻറ്റി പറഞ്ഞു എന്ന് രേവതിയാണ് പണം മോഷ്ടിച്ചതെന്ന്. എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു ആൻറ്റി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. രേവതി ആകെ ബുദ്ധിമുട്ടിലങ്ങ് നിൽക്കുക. ആൻറ്റിയുടെ നാവിൽ നിന്ന് തന്നെ ഇങ്ങനെ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ രേവതിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അയ്യോ എടാ മോനെ സച്ചി, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാം നിന്റെ അമ്മ പറഞ്ഞിട്ടാ. എൻ്റെ അമ്മ പറഞ്ഞിട്ടോ? എന്തിനാ അമ്മ അങ്ങനെ പറയുന്നത്? ഭാമാൻറ്റിയുടെ പണം മോഷണം പോയതിന് എന്തിനാ അമ്മ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ അതിന് മോഷണം പോയത് എൻ്റെ പണം അല്ല. ഭാമാൻറ്റിയുടെ പണം അല്ലെന്നോ? പിന്നെ ആരുടെ പണം? പറയാൻറ്റി, ആരുടെ പണമാണ് മോഷണം പോയെന്ന്? അത് പിന്നെ മോനെ, അത് ചന്ദ്രയുടെ പണം തന്നെയാ. അമ്മയുടെ പണം? ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ചന്ദ്രയുടെ പണം തന്നെയാണ് മോഷണം പോയത്. ചന്ദ്രയുടേതാ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ എൻ്റെ അമ്മയുടേതോ? അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും പണം കിട്ടിയത്? എവിടെന്ന്? ആൻറ്റി സത്യം പറ ആൻറ്റി, ഇതൊരു ജീവിത പ്രശ്നമാണ്. അല്ലെങ്കിൽ അമ്മ ഇതിൽ പിടിച്ച് കയറിക്കൊണ്ടിരിക്കും. പറ, അമ്മയ്ക്ക് എങ്ങനെ ഈ പണം കിട്ടിയെന്ന്? അത് പിന്നെ മോനെ സച്ചി, അതെ അന്ന് ശരത്തിൻ്റെ കേസ് വാദിച്ച ആ വക്കീലില്ലേ, ആ വക്കീൽ ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കണം, പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ തരാമെന്ന്. ചന്ദ്ര ഇത് കേട്ട ഉടനെ തന്നെ 2 ലക്ഷം രൂപയെ മേടിച്ചിട്ട് ആ കേസ് പിൻവലിക്കുകയായിരുന്നു. അങ്ങനെയാ ചന്ദ്രയ്ക്ക് 2 ലക്ഷം രൂപ കിട്ടിയത്. ഇത് കേട്ട സച്ചിയാണെങ്കിൽ ഭയങ്കര കലി പൂണ്ടൊരവസ്ഥ നിൽക്കുകയാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോൾ കേസ് പിൻവലിച്ചതിന് പ്രതിഫലം മേടിച്ചതാണ് എൻ്റെ അമ്മ ആ 2 ലക്ഷം രൂപ. കാണിച്ചു കൊടുക്കാൻ ഞാൻ. മോനെ, അത് പിന്നെ മോനെ, എടാ സച്ചി, ഓ പറയാൻ വരുന്നത് എന്താണെന്ന് മനസ്സിലായി ഭാമാൻറ്റി. ഞാനും ചന്ദ്രയും തമ്മിൽ 30 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് നീ ഒന്നും പോയി അവിടെ ചെന്ന് പറയരുതെന്നല്ലേ? ശരി, ഞാൻ പറയില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഒറ്റപ്പോക്കാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഭയങ്കര ഒരു അരിശത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കയറി വരികയാണ്. എല്ലാവരും വിളിക്കുകയാണ്, ശ്രീകാന്തേ, വർഷയെ, രേവതിയെ, അച്ഛ, അമ്മ എല്ലാവരും വിളിച്ചു വരുത്തുകയാണ്. എന്താണ് നീ കിടന്നിങ്ങനെ കാർന്നത് എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. എല്ലാവരും വരണം, എന്താ കാര്യമെന്ന് ഞാൻ പറയാം. അപ്പോൾ വർഷയും ശ്രീകാന്തൊക്കെ വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്താ സച്ചിയേട്ടാ, എന്താ കാര്യം? എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആഹാ, ഇവിടെ ക്വിസ് മത്സരമാണോ? എങ്കിൽ കൊള്ളാലോ. എന്താണ് സച്ചിയേട്ടൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം? ഞങ്ങൾ ഉത്തരം പറയാൻ റെഡിയാണല്ലോ. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും തക്കതായ മറുപടി എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. പറ, ഞങ്ങൾ പറയാം സച്ചിയേട്ടാ എന്ന് വർഷ പറയാണ്. അതായത് നിങ്ങൾ ഒരാളുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേറൊരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ കുറച്ച് പൈസ തരാം, അതുകൊണ്ട് ഈ കേസ് പിൻവലിക്കണമെന്ന്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേസ് പിൻവലിക്കോ? നിങ്ങൾ കൊടുത്ത കേസ് നിങ്ങൾ പിൻവലിക്കോ എന്ന് ഒരാൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒരു പേടിയൊക്കെ തോന്നുകയാണ്. ഇവനെന്താണ് ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് വന്നത്? ഇവന് വല്ല സത്യങ്ങളും വല്ല അറിഞ്ഞോ? ഇനി പണി കിട്ടോ? ഇവ സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര ആലോചിക്കുക. അപ്പോൾ സച്ചി പറയാണ്, ഓ അപ്പോൾ ആരുടെ നാവിൽ ഉത്തരവില്ലല്ലേ? അപ്പോൾ ഈ കേസ് പിൻവലിക്കില്ലെന്ന് തന്നെയല്ലേ അതിനർത്ഥം? ഇത് കേട്ട വർഷയാണെങ്കിൽ, പിന്നെ അല്ലാതെ സച്ചിയേട്ടാ, ഞങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് പൈസ തരാമെന്ന് പറഞ്ഞാലൊന്നും പിൻവലിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടല്ലേ, അപമാനമല്ലേ, തല കുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? അതെ. അപ്പം ഇവിടെ ഒരാൾ തല കുനിച്ച് നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ?
എൻ്റെ അമ്മ, എൻ്റെ അമ്മയാണ് ശരത്തിന് എതിരെ കൊടുത്ത കേസ് 2,00,000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പിൻവലിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. രവിയാണെങ്കിൽ ചന്ദ്രേ, എന്തൊക്കെ ചന്ദ്ര ഈ കേൾക്കുന്നത്? അതെ അച്ഛാ, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. ഭാമാൻറ്റിയുടെ നാവിൽ നിന്നാണ് ഈ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞത്. ഭാമാൻറ്റി ഒരിക്കലും രേവതിയെ കള്ളിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഭാമാൻറ്റിയുടെ കയ്യിൽ നിന്ന് വെച്ച പൈസ അത് ഭാമാൻറ്റിയുടെ അല്ല, അത് അമ്മയുടെ ആയിരുന്നു. എങ്ങനെ കിട്ടിയെന്നുള്ളൊരു ചോദ്യത്തിന് ശരത്തിന് എതിരെ കൊടുത്ത കേസ് പിൻവലിച്ചാൽ 2,00,000 രൂപ തരാമെന്ന് വക്കീല് പറഞ്ഞു. അങ്ങനെ ആ 2,00,000 രൂപ മേടിച്ച് കേസ് പിൻവലിച്ചു. പക്ഷേ ആ പൈസ കാണാതെ പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് നേരെ കുറ്റം പറഞ്ഞു. ഇവർക്ക് നാണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രേ, ദേ എന്തിനാ ചന്ദ്രേ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചത്? നീ എന്തിനാ ആ കേസ് പിൻവലിക്കാനായിട്ട് പോയത്? ദേ എന്തിനാ പൈസ മേടിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ശരത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിച്ചതെന്ന്. ഞാനത് വിശ്വസിച്ചു. അപ്പം ഞാൻ ആര് മണ്ടനായി പോയില്ലേ? നീ എന്തിനാ അങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് ഞാൻ ചെയ്തതിൽ എന്താണ് രവിയേട്ട തെറ്റുള്ളത്? ഇവര് പറഞ്ഞല്ലോ ഇവരുടെ അനിയനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ജീവിതം പാളിപ്പോകും, പാഴായിപ്പോകും, അവൻ എക്സാം എഴുതാൻ പറ്റൂല, അവൻ്റെ ജീവിതം ജയിലാവും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ആ കേസ് പിൻവലിച്ചില്ലായിരുന്നെങ്കിലോ ഇവരുടെ അനിയനെ എവിടെ കിടന്നാനായിരുന്നു? ജയിലിൻ്റെ ഉള്ളിൽ. അപ്പം 2,00,000 രൂപ കിട്ടി ഞാൻ കേസ് പിൻവലിച്ചെങ്കിലും അത് വലിയൊരു നാണക്കേടൊന്നും അല്ല. അങ്ങനെ പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ കിടന്ന് നട്ടോട്ടോ മോടിയാനായിരുന്നു, ഇല്ലായിരുന്നോ എന്നിങ്ങനെ പറയും എല്ലാവരുടെ മുന്നിൽ. ആഹോ, അപ്പം നീ ന്യായീകരിക്കുകയാണല്ലേ? അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ എന്നാലും അമ്മേ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അമ്മ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ, തെറ്റ് ചെയ്യാത്ത മാനയിൽ ദേ നിന്റെ അനിയനെ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം 2,00,000 രൂപ മേടിച്ചതിൽ അതിലൊരു കുറവുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ വർഷയാണെങ്കിൽ എന്നാലും ആൻറ്റി ചെയ്തത് വളരെ മോശമായി പോയിട്ടോ. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ദേ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ഇനി ക്ഷമിക്കുന്ന കാര്യമില്ല. അമ്മ രേവതിയോട് മാപ്പ് പറയണം. അയ്യടാ, ഞാൻ രേവതിയോട് മാപ്പ് പറയാനോ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ ഏതായാലും രേവതിയോട് മാപ്പ് പറയുന്ന പ്രശ്നമില്ല. ഞാൻ എന്തിനു വേണ്ടി അവളോട് മാപ്പ് പറയണം? അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ്റെ അനിയനെതിരെ കൊടുത്ത കേസ് ഞാൻ പിൻവലിച്ചില്ലേ, പിന്നെന്താ പ്രശ്നം? എനിക്ക് 2,00,000 രൂപ കിട്ടും, 5,00,000 രൂപ കിട്ടും, അതല്ല എൻ്റെ ഇത്. അപ്പോൾ രവി ആണെങ്കിൽ ചന്ദ്രേ, നീ രേവതിയോട് മാപ്പ് പറഞ്ഞേ മതിയാവുള്ളൂ. മാപ്പ് പറ ചന്ദ്രേ. ഇല്ല, ഞാൻ ഏതായാലും മാപ്പ് പറയാനായിട്ട് പോകുന്നില്ല. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അയ്യോ അത് ശരിയാണ് ആൻറ്റി മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ആൻറ്റി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ആൻറ്റി ആ കേസ് പിൻവലിക്കാൻ വേണ്ടി 2,00,000 രൂപ മേടിച്ചു. അത് ചെയ്തതിൽ ഒരു തെറ്റും ഉണ്ടായിട്ട് ഞാൻ കരുതുന്നില്ല ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിലും എനിക്കൊരു കുറ്റബോധവും ഇല്ല, എനിക്ക് നെഞ്ച് നീർന്നുമില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നതേ രേവതി എല്ലാ പണം മോഷ്ടിച്ചതെങ്കിൽ പിന്നെ ആരായിരിക്കും ആ പണം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുക? ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് കേട്ട് ശ്രുതിയാകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും വർഷയാണെങ്കിൽ ആൻറ്റിക്ക് നാണം ഉണ്ടോ ആൻറ്റി? ആൻറ്റി എന്തിനാണ് രേവതി ചേച്ചി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടി വർഷേ എന്ന് പറയാം, എന്നോട് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഒന്ന് വർഷം മിണ്ടാതിരിക്കുക. ഞാനെന്തിനാ മിണ്ടാതിരിക്കുന്നത്? ഞാനും രേവതി ചേച്ചിയും ഇപ്പോഴും മിണ്ടുന്നൊന്നുമില്ല. പക്ഷേ രേവതി ചേച്ചിയുടെ ഭാഗത്താണ് ന്യായം. അതുകൊണ്ട് ന്യായമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, അല്ലാതെ ആൻറ്റിയെ പോലെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നിർത്ത്, തർക്കമല്ല, ഇവിടെ നിർത്തിക്കോ. ഞാനൊരു തീരുമാനം പറയാം ചന്ദ്ര നിന്നോട്. നീ ഏതായാലും രേവതിയുടെ പൈസ ആ 2,00,000 രൂപ നിനക്ക് കിട്ടി. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ആ 2,00,000 രൂപ നീ അവർക്ക് തിരിച്ചു കൊടുത്തോണം. അയ്യോ, 2,00,000 രൂപ ഞാൻ തിരിച്ചു കൊടുക്കാനോ? എന്തിനാ ഞാൻ തിരിച്ചു കൊടുക്കുന്നത്? അല്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ എവിടെയാ? ഞാനെന്താ പണം കായ്ക്കുന്ന മാരോ? എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ കയ്യിൽ പൈസ വേണം, നീ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല രവിയേട്ടാ. രവിയേട്ടൊന്നും മിണ്ടാതിരിക്കാവോ? അവളുടെ മുന്നിൽ ഞാനെന്തിനാ തലതാഴ്ത്തി നിൽക്കുന്നത് എന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. ഞാൻ നിൻ്റെ ഭർത്താവായി പോയില്ലേ, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇവരുടെ പൈസ കൊടുക്കും. ഇത് കേട്ടാ സച്ചി അക ഞെട്ടിപ്പോവാണ്. എന്താ അച്ഛാ എന്തൊക്കെയാ പറയുന്നത്? അതെ, നിങ്ങളിനി ആരെ ഒന്നും പറയണ്ട. പക്ഷേ ഇത്രയും പൈസ എൻ്റെ കയ്യിലെടുക്കാനില്ല. എനിക്ക് പെൻഷൻ കിട്ടുന്ന കുറച്ച് തുകകളുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകും.
ജോലിക്ക് പോയി സമ്പാദിക്കും, എന്നിട്ട് ഇവരുടെ കടം ഞാൻ വീട്ടും. ഇതാണ് നിനക്കുള്ള ശിക്ഷ ചന്ദ്രേ. നിങ്ങൾ എന്തിനാണ് ഈ വയസ്സാം കാലത്ത് ജോലിക്കൊക്കെ പോകാൻ പോകുന്നത്? എങ്കിൽ നീ കൊടുക്ക് ചന്ദ്രേ. നീ എൻ്റെ കാര്യം ഇനി തിരക്കണ്ട. ഞാൻ ഏതായാലും ജോലിക്ക് പോയിട്ട് പൈസ ഇവർക്ക് കൊടുക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോവാ. അപ്പൊ രവിയുടെ ആ ഒരു കടുത്ത തീരുമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടി പോവാണ്. രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. എൻ്റെ അമ്മ എന്നോട് മാപ്പ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇനിയും എന്നെ കള്ളിയായിട്ട് ചിത്രീകരിക്കാതിരുന്നാൽ മാത്രം മതി എന്നും രേവതിയും കരഞ്ഞുകൊണ്ട് പറയാം. ആ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവുക. രവിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയെയും സുധിയെയൊക്കെ കാണിക്കുകയാണ്. ഇവരെന്തൊക്കെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ആൻറ്റിയോ കയറി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ തന്നെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കണം, എന്താ ആൻറ്റിക്ക് എന്താ ടെൻഷൻ ഉണ്ടോ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറൊന്നുമല്ല, എടാ ശ്രുതി, എനിക്ക് രേവതിയുടെ പൈസ കൊടുക്കണം. അയ്യേ, അമ്മയെന്തിനാ പൈസ കൊടുക്കാൻ പോകുന്നത്? അതൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല. അത് അവളുടെ പൈസയൊന്നും അല്ലല്ലോ, വക്കീലെന്ന പൈസയല്ലേ, പിന്നെ എന്തിനാ പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കണം. അതല്ലടാ, ഞാൻ ആ പൈസ കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മുന്നിൽ തോറ്റുപോയൊരവസ്ഥയാകും, എനിക്ക് നാണം കെട്ടൊരവസ്ഥയാകും. അതുകൊണ്ട് എനിക്ക് പൈസ കൊടുത്തേ മതിയാവുള്ളൂ. സുധി, നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാനോ? എന്താ അമ്മ ഈ പറയുന്നത്? സഹായിക്കാനായിട്ട് ഇത്രയും പൈസ എടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് ഇപ്പോൾ വലിയ നല്ല ഡീലർഷിപ്പും ഒക്കെ കിട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ നിനക്ക് നല്ല പ്രോഫിറ്റും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ കള്ളം പറയാ എന്നോട്? അയ്യോ ഇല്ലമ്മേ, ഞാൻ കള്ളം പറയല്ല, സത്യോടും പറഞ്ഞതാ. അങ്ങനെ അമ്മ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നേ. അങ്ങനെ ചന്ദ്ര ശ്രുതിയെ നോക്കുകയാണ്. ശ്രുതി, നീ വിചാരിച്ച പൈസ കിട്ടുമല്ലോ. നിന്റെ മലേഷ്യനുള്ള ഇളയച്ചനോട് പൈസ ചോദിക്കാലോ. അയ്യ ആൻറ്റി, ഞാൻ പൈസ ചോദിക്കാനോ? നാണക്കേടല്ല ആൻറ്റി, അവരോടൊക്കെ എങ്ങനെയാ പൈസ ചോദിക്കുന്നത്? നിനക്ക് ചോദിക്കുന്ന നാണക്കേടാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം ശ്രുതി, ഉറപ്പായിട്ട് ഞാൻ ചോദിച്ചോളാം. എനിക്കതിൽ ഒരു നാണക്കേടുമില്ല. പക്ഷേ രേവതിയുടെ മുന്നിൽ ഞാൻ നാണം കെടാതിരുന്നാൽ മാത്രം മതി. അയ്യോ ആൻറ്റി, ഈ മലേഷ്യയിലൊക്കെ എങ്ങനെയാ ആൻറ്റി? അത് പിന്നെ അവരെവിടെയാന്ന് എന്തൊന്നും ഒരു പിടുത്തമില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കത് മലേഷ്യയിലേക്ക് വിട്ടാലോ? മലേഷ്യയിലേക്ക് വിടാനോ? എന്തൊക്കെയാ ആൻറ്റി പറയുന്നത് എന്ന് ചോദിക്കാം. അതെ, മലേഷ്യയിലേക്ക് പോകാം നമുക്ക്. ആൻറ്റി, മലേഷ്യയിലേക്ക് പോകാനായിട്ടൊക്കെ ഒരു 3-4 മാസമൊക്കെ പിടിക്കുമെന്നേ. അത്രയും പിടിക്കോ? അത്രയും പിടിക്കും, ആർക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ശ്രുതി, എന്താ ശ്രുതി, നീ എന്താ പറഞ്ഞത്? അല്ല, ഞാൻ പറയുമായിരുന്നു ആർക്കറിയാം, ചിലപ്പോൾ അതിൽ കൂടുതൽ മാസങ്ങൾ പിടിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ശ്രുതി, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, അന്വേഷിക്കാം, ചിലപ്പോൾ പൈസ കിട്ടിയാലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ലക്ക് തന്നെയല്ലേ അത്. ശരി ആൻറ്റി എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞാകെ പേടിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.